നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വന്നു ചേരേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില സൗഭാഗ്യങ്ങളുണ്ട്. അത് അവരുടെ പ്രവൃത്തിയാലും അവർ ചെയ്യുന്ന കർമ്മങ്ങളാലും വ്യത്യസ്തമായി തന്നെ വന്നു ഭവിക്കും. എന്നാൽ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതാകുന്നു. അത്തരത്തിൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ സൗഭാഗ്യത്തെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പറയുവാൻ പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഭഗവാന്റെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. അതിനായി ഏവരും ആദ്യം കണ്ണുകൾ അടയ്ക്കുക. ഭഗവാനോട് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തേടിയെത്തണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഏവരും ഇപ്പോൾ തടസ്സങ്ങൾ കൂടാതെ ഭഗവാനോട് ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്ന് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഗുരുവായൂരപ്പന്റെയും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒപ്പം നിൽക്കുന്ന പരമശിവന്റെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ആ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ഒരു ചിത്രം ഇപ്പോൾ തിരഞ്ഞെടുക്കുക. ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വഭാവശുദ്ധിയുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. നല്ല വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരും ഈ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതാകുന്നു. ഇനി അഥവാ അത്തരത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അത് തിരിച്ചറിയുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റുള്ളവർക്ക് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. നിങ്ങൾക്ക് അസാമാന്യമായ ബുദ്ധിയുണ്ട് എങ്കിലും സ്നേഹത്തിന് മുൻപിൽ പലപ്പോഴും തോറ്റുപോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു മേന്മ തന്നെയാകുന്നു. എന്നാൽ ഇത്തരത്തിൽ പലരും നിങ്ങളെ ചതിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കാരണം ഭഗവാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകും എന്ന് തന്നെ പറയാം. ഇത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സൗഭാഗ്യം തന്നെയാകുന്നു. ഏത് കാര്യവും പെട്ടെന്ന് പ്രവർത്തിക്കുകയും പലവിധ അബദ്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളവരാകുന്നു നിങ്ങൾ. പല കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാതിരിക്കുവാൻ ഭഗവാൻ തന്നെ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും. ആ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരുന്ന് നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ആ കാര്യങ്ങൾ ധിക്കരിച്ച് ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. കൂടാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ പല അവസരങ്ങളിലും ലഭിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യങ്ങളാകുന്നു. എന്നാൽ നിങ്ങൾക്ക് പല സൗഭാഗ്യങ്ങളും അവരുടെ അത്രയും ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും തേടിയെത്തും എന്ന് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് ഉണർവ്, അതേപോലെ തന്നെ ആത്മബലം എന്നിവ ഭഗവാന്റെ കടാക്ഷത്താൽ വർദ്ധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും ജീവിതം ദുരിതപൂർണമാകുന്നത് തടസ്സങ്ങളാലാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ ചെയ്യണം എന്നാഗ്രഹിച്ച്
തടസ്സങ്ങളാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീക്കുന്നതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. പണം വരുന്നത് പോലെ തന്നെ ചിലവാകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥകൾക്ക് മാറ്റം ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. പല അനാവശ്യമായ ചെലവുകളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ തോന്നുക തന്നെ ചെയ്യും. അതേപോലെ ഇത്തരം ചെലവുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ ഏവർക്കും സാധിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസമാധാനമാകുന്നു. വളരെ മനസമാധാനപൂർണമായ ഒരു ജീവിതം ആഗ്രഹിച്ച് അത് ലഭിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല സൗഭാഗ്യങ്ങളും, അത് ധനപരമായ ഉയർച്ച, അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതാകുന്നു. ഈ വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം, കടാക്ഷം നിങ്ങളോടൊപ്പമുണ്ട് എന്ന കാര്യം വ്യക്തമായി തന്നെ ഓർത്തിരിക്കുക. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രം, അതായത് ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും പരമശിവനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാകണം എന്നില്ല. പക്ഷേ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ ഈശ്വരാരാധന, ഭഗവാനോടുള്ള കടാക്ഷവും പരമശിവനോടുള്ള ആരാധനയും നിങ്ങൾ മുടക്കാതിരിക്കുക. സമീപത്തുള്ള ചില വ്യക്തികൾ, അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ബന്ധുക്കളാകാം, അത്തരത്തിൽ നിങ്ങളെ പരിചയമുള്ള വ്യക്തികളാകാം. ഇവർ നിങ്ങളുടെ പരാജയം അല്ലെങ്കിൽ നിങ്ങളുടെ തോൽവികൾ ആഗ്രഹിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അസൂയ ഉളവാകുന്ന വ്യക്തികളാകാം. അവർ നിങ്ങളെ തകർക്കുവാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. പലപ്പോഴും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർ തന്നെയാകുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ ഭഗവാന്റെ ഇരു ദേവതകളുടെയും കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലും എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക, അതായത് നിങ്ങളുടെ കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. രോഗങ്ങളാൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. മനസമാധാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മനസമാധാനം ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനസമാധാനം കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്കരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാം. അത് പല തടസ്സങ്ങളാകാം. പക്ഷേ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏത് പ്രതികൂലമായ അവസ്ഥയെയും സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അത് ഇരു ദേവതകളുടെയും കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സൗഭാഗ്യം തന്നെയാകുന്നു. ഏത് കാര്യമാണ് എങ്കിലും തോൽവി നിങ്ങളുടെ മുൻപിലുണ്ട് എങ്കിൽ പോലും ആത്മവിശ്വാസം കളയരുത് എന്നാണ് ഫലം. അവസാന നിമിഷം പോലും ജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വളരെയധികം ബന്ധങ്ങൾ പുലർത്തുന്നവരാണ് നിങ്ങൾ. ആ ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ പലപ്പോഴായി നിങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യവും വിസ്മരിക്കുവാൻ സാധിക്കുന്നതല്ല. അത്ഭുതകരമായ മാറ്റങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരും. കാരണം നിങ്ങളുടെ നല്ല മനസ്സിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു.
ലക്ഷ്യത്തിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക, വിജയിക്കുക തന്നെ ചെയ്യും. കൂടാതെ പ്രസന്നമായ മുഖം നിങ്ങളിലേക്ക് വന്നു ചേരും. അത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാകുന്നു. നിങ്ങളുടെ മുഖത്ത് ഐശ്വര്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും. ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, ദേവതകളെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഭഗവാന്റെ ദേവതകളുടെയും കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഭംഗിയായി തന്നെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.